അപകടങ്ങൾ ആകാശത്തിൽ മാത്രമല്ല പതിയിരിക്കുന്നത്, അവ നമ്മുടെ കാൽച്ചുവട്ടിൽ നിന്നും ബഹിർഗമിച്ചേക്കാം. കനം കുറഞ്ഞ ദുർബലമായ ഭൗമബാഹ്യ പാളിക്കടിയിൽ ആയിരക്കണക്കിന് ഡിഗ്രി ഊഷ്മാവിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന ലാവയുണ്ട്. ഈ ലാവകൾ ചിലപ്പോൾ ഭൗമോപരിതലത്തിലേക്ക് ബഹിർഗമിക്കുമ്പോഴാണ് അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നത്. تطل من الثرى صور تكاد لحسنها تتكلم كم تشتكي وتقول إنك യഥാർത്ഥത്തിൽ നമ്മുടെ ഭൂമി മുകളിൽ നിന്നും താഴെ നിന്നുമുള്ള ശക്തമായ അപകട ഭീഷണികൾക്കിടയിലാണ് നിലകൊള്ളുന്നത്. പ്രൗഢിയോടെ നിലകൊള്ളുന്ന പർവ്വതങ്ങൾ ചിലപ്പോൾ പൊട്ടിത്തകർന്ന് തരിപ്പണമാകാറുണ്ട്. അത്തരം പ്രകൃതിക്ഷോഭങ്ങൾ തടയാനുള്ള ഒരു മാർഗവും ഇല്ല തന്നെ. ليكن يومك للشعب ودادا ليكن حبك للأرض مداد قلم أنت فكم عبرت عنا وبنيت المجد أطوادا شداد أنت يا ملهم شعب أن يبروا عشت كم حققت للشعب مراد ليكن يومك للشعب وداد. രാജകീയ പ്രൗഢിയോടെ തല ഉയർത്തി നിൽക്കുന്ന അമ്പരചുംബികളായ കെട്ടിടങ്ങൾ നിലംപൊത്താൻ നിമിഷങ്ങളെ വേണ്ടൂ. ليكن حبك للأرض مداد قلم أنت فكم عبرت عنها وبنيت المجد أطوادا شداد أنت يا ملهم شعب أن يبروا عشت كم حققت للشعب مراد زايد الخيرات سل عنه شمالا وجنوبا ونجودا ووهادا جامع الأشتات أنت مذ عرفناك تحب القوم جمعا لا فرادا زايد الخيرات سل عنه شمالا وجنوبا ونجودا ووهادا. ഓരോ 2 മിനിറ്റിലും ഭൗമോപരിതലത്തിൽ ഒരു ഭൂചലനം ഉണ്ടാകുന്നുണ്ട്. അതിൽ മിക്കതും വളരെ ദുർബലമായതുകൊണ്ട് നാം അത് അറിയാറില്ലെന്ന് മാത്രം. ദൈവം ഇച്ഛിക്കുകയാണെങ്കിൽ ഈ ഭൂമിയെയും അതിലുള്ള സകല വസ്തുക്കളെയും നശിപ്പിക്കുന്ന തരത്തിലുള്ള അതിഭയങ്കരമായ ഭൂമികുലുക്കം വരുത്താനാകും. യഥാർത്ഥത്തിൽ ഭൂമി അതിന്റെ ഘടനയനുസരിച്ച് സദാ ഭൂചലനത്തിനുള്ള സകല സാഹചര്യങ്ങളും ഒത്തിണങ്ങിയാണ് നിലകൊള്ളുന്നത്. ഭൗമപാളികളും അതിനിടയിലുള്ള വിടവുകളുമെല്ലാം ഇതിനുള്ള സാഹചര്യമൊരുക്കുന്നു. അത്യാധുനികമായ കണ്ടുപിടുത്തങ്ങളും വിവരസാങ്കേതിക വിദ്യകളും മുൻകാല പരിചയ സമ്പത്തും ഇത്തരം പ്രകൃതിക്ഷോഭങ്ങളെ തടുക്കാൻ ഉതകുന്നതാണെന്ന് ചില ജനം ധരിച്ചു വശായിരിക്കുന്നു. എന്നാൽ പലപ്പോഴും അവരുടെ കരുതൽ നടപടികളെല്ലാം തന്നെ വൃഥാവിലായി പോയതായിട്ടാണ് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത്. അതിനുള്ള സമകാലിക ഉദാഹരണമാണ് 1995 ജപ്പാനിലെ കോഡിയൻ നഗരത്തെ ആകമാനം പിടിച്ചുകുലുക്കിയ അതിഭയങ്കരമായ ഭൂമികുലുക്കം. ആ നഗരം വളരെ ശക്തമായ ഭൂമികുലുക്കത്തെപ്പോലും അതിജീവിക്കാൻ ഉതകും വിധം രൂപകൽപ്പന ചെയ്തതാണെന്നായിരുന്നു ധാരണ. എന്നാൽ ആ ഭൂമികുലുക്കത്തിന്റെ ശക്തിയിൽ അവിടെയുണ്ടായിരുന്ന കെട്ടിടങ്ങൾ കടലാസ് കൊട്ടാരം കണക്കെ തകർന്നടിഞ്ഞു. ജപ്പാൻകാർ കോടിക്കണക്കിന് ഡോളർ ചെലവഴിച്ച് ഭൂമികുലുക്കത്തെക്കുറിച്ച് മുൻകൂട്ടി സൂചനകൾ നൽകുന്ന അത്യാധുനികമായ ഉപകരണങ്ങൾ സ്ഥാപിച്ചിരുന്നു. അപ്രതീക്ഷിതമായ ഒരു കേന്ദ്രത്തിൽ നിന്നും ആവിർഭവിച്ച ആ ഭൂമികുലുക്കത്തെക്കുറിച്ച് മുൻകൂട്ടി പ്രവചിക്കുന്നതിൽ ഈ സംവിധാനങ്ങളെല്ലാം പരാജയപ്പെടുകയാണുണ്ടായത്. എത്ര ശക്തമായ ഭൂമികുലുക്കത്തെയും അതിജീവിക്കാൻ ശേഷിയുള്ളവ എന്ന് അവർ അവകാശപ്പെട്ടിരുന്ന കെട്ടിടങ്ങൾ കടലാസു സൗധങ്ങൾ കണക്ക് നിലം പതിച്ചു. ഭൂചലനം മറ്റു ചില അപ്രതീക്ഷിത പ്രകൃതിക്ഷോഭങ്ങൾക്കും കാരണമായേക്കാം. കടലിനടിയിൽ നിന്നും ആവിർഭവിക്കുന്ന ഭൂമികുലുക്കം മൂലം സുനാമി എന്നറിയപ്പെടുന്ന അതിഭയങ്കരമായ ഓളങ്ങൾ രൂപം കൊള്ളുന്നു. അവ
ഒരു തീരപ്രദേശത്തെ ആകമാനം നശിപ്പിക്കാൻ ശക്തിയുള്ളവ ആയേക്കാം. ചിലപ്പോൾ അവയുടെ ദൂഷ്യഫലങ്ങൾ പ്രവചനാതീതമാകാനും ഇടയുണ്ട്. مذ عرفت الله ربي أشرق النور بقلبي ملأ البشر حياتي مذ أضاء الله دربي يا لسعدي وهنائي يا لفوزي وعلائي لا يطيب العيش إلا في رضا رب السماء مذ عرفت الله ربي حلوة 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 حياتي مذ عرفت الله ربي أشرق النور بقلبي ملأ البشر حياتي مذ أضاء الله دربي يا لسعدي وهنائي يا لفوزي وعلائي لا يطيب العيش إلا في رضا رب السماء مذ عرفت الله ربي حلوة 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 حياتي قد قضيت العمر خوضا في الخطايا والبعاد تائها عن كل خير هائما في كل وادي فإذا طيف خفي في الكرى ناجى فؤادي عد إلي يا حبيبي كف عن هذا التمادي فإذا بي وكأني قد خلقت من جديد وانجلى عني ظلامي ذهب عن قلبي الجلي مذ عرفت الله ربي حلوة 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 حياتي مذ عرفت الله ربي أشرق النور بقلبي ملأ البشر حياتي مذ أضاء الله دربي يا لسعدي وهنائي يا لفوزي وعنائي يطيب العيش إلا في رضا رب السماء مذ عرفت الله ربي حلوة 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 حياتي عندما حان متى جمع الإيمان شملي صرت أستشعر أنسا كلما قمت أصلي وبذكري للنبي المصطفى طه الأجل وببري والدي ثم إحساني لأهلي وبعوني لفقير وبتوقيري لكهلي هكذا أضحى زماني باسما حلو التجلي مذ عرفت الله ربي حلوة 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 حياتي مذ عرفت الله ربي أشرق النور يا الله ടൈറ്റാനിക്കിൽ നിന്നുമുള്ള പാഠം. ഈ ലോകം നശ്വരമാണ് എന്നും മരണം സമീപസ്ഥമാണ് എന്നുമുള്ള വസ്തുതയ്ക്ക് ഉപോത്ഫലകമായി പല സംഭവങ്ങളും മുന്നറിയിപ്പുകളും ചരിത്രത്തിൽ യഥേഷ്ടം ദർശിക്കാനാകും. ഇത്തരത്തിലുള്ള ഒരു സംഭവമാണ് 1912 ടൈറ്റാനിക് അപകടം. ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സമുദ്ര അപകടമായിരുന്നു ഇത്. അന്നുവരെ രൂപകൽപ്പന ചെയ്യപ്പെട്ടതിൽ വെച്ച് ഏറ്റവും വലുതും ആഡംബര സമൃദ്ധവുമായിരുന്നു ആ കപ്പൽ. ബ്രിട്ടീഷുകാരുടെ അഭിമാനമായാണ് അത് അറിയപ്പെട്ടത്. 55 മീറ്റർ ഉയരവും 275 മീറ്റർ നീളവുമുള്ള ആ കപ്പൽ സാങ്കേതിക മികവിൽ അത്യുന്നതിയിലായിരുന്നുവെന്ന് പറയാം. പല ആളുകളും അതിനെ ഒരിക്കലും മുങ്ങാത്ത കപ്പലെന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. എന്നാൽ അതിന്റെ കന്നിയാത്രയിൽ തന്നെ അതൊരു ഭീമാകാരമായ മഞ്ഞുകട്ടയിൽ തട്ടിത്തകർന്നു. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് അത് ആണ്ടുപോയി. 1500 യാത്രക്കാർ അതിശൈത്യമാർന്ന അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ആഴങ്ങളിൽ മരണത്തെ വരിച്ചു. അപകടത്തിനിരയായവരിലധികവും
ധനാഢ്യരും ആഡംബരപ്രിയരുമായ ബ്രിട്ടീഷുകാരായിരുന്നു. ഒരിക്കലും മുങ്ങാത്ത കപ്പലെന്ന ഖ്യാതി നേടിയതിനാൽ അതിൽ വളരെ കുറച്ച് ജീവൻ രക്ഷാ സംവിധാനങ്ങളെ കരുതിയിരുന്നുള്ളൂ. ഈ സംഭവം കാര്യങ്ങളുടെയെല്ലാം നിയന്ത്രണം പൂർണ്ണമായും മനുഷ്യകരങ്ങളിലല്ല എന്ന വസ്തുത ഒരിക്കൽ കൂടി സംശയലേശമന്യേ വ്യക്തമാക്കുന്നു. ടൈറ്റാനിക് അപകടം അനേകം പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ചരിത്ര സംഭവമാണ്. തങ്ങളുടെ ധനത്താൽ മതിമറന്ന് പ്രൗഢി നടിക്കുന്നവർക്കും ദൈവത്തിന്റെ അസ്തിത്വത്തെ നിഷേധിക്കുന്നവർക്കും നേരിടേണ്ടി വന്നേക്കാവുന്ന നാശത്തിലേക്കുള്ള ഒരു ചൂണ്ടുപലകയാണ് ഈ ചരിത്ര അപകടം. فارتقي في الخير وارقى أفقا إنها العلياء تبغي مسلما أنت عنوان. ബോംബെ 2-ന്റെ നാശം. സമ്പന്നതയുടെ പേരിൽ അഹങ്കരിക്കുകയും പ്രൗഢി നടിക്കുകയും ചെയ്തതിന്റെ പേരിൽ നശിപ്പിക്കപ്പെട്ട ഒരു സമൂഹത്തിന്റെ ഉദാഹരണമാണ് പുരാതന നഗരമായ ബോംബെയുടെ പതനം. 2000 വർഷങ്ങൾക്കു മുൻപ് ആ നഗരത്തിന്റെ മലഞ്ചെരുവുകൾ വീഞ്ഞു നിറച്ച പാത്രങ്ങളാൽ നിറഞ്ഞിരുന്നു. ധനാഢ്യരായ റോമക്കാരുടെ വിഹാര കേന്ദ്രമായിരുന്നു ആ നഗരം. അവിടുത്തെ ജീവിതം ആഡംബരത്തിന്റെയും പട്ടിണിയുടെയും ഇടയിലാണ് പടുത്തുയർത്തപ്പെട്ടത്. അതിന്റെ അയൽ നഗരമായ ഹെർക്കുലീനിയത്തിന്റെ സ്ഥിതിയും മറിച്ചായിരുന്നില്ല. ചരിത്രം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു അഗ്നിപർവ്വത സ്ഫോടനം ആ രണ്ട് നഗരങ്ങളെയും നാമാവശേഷമാക്കി. അവിടുത്തെ ജനങ്ങൾ ആ അഗ്നിപർവ്വത ലാവയിൽപ്പെട്ട് കല്ലായിത്തീർന്നു. ഇന്നും അതിന്റെ എല്ലാ വ്യക്തതയോടും കൂടി അവ ദർശിക്കാനാകും. ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് അവരാർജിച്ച അവരുടെ സമ്പത്തും സംസ്കാരവുമെല്ലാം പൂർണ്ണമായും തുടച്ചു നീക്കപ്പെട്ടു. ഇപ്പോൾ അവശേഷിക്കുന്നത് അതിന്റെ ഭയാനകമായ സന്ദേശത്തോടെയുള്ള അവശിഷ്ടങ്ങൾ മാത്രം. ഇത്തരം സംഭവങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊള്ളാനാണ് വിശുദ്ധ ഖുർആനിൽ നശിപ്പിക്കപ്പെട്ട സമുദായങ്ങളുടെ ചരിത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ദൈവം പറഞ്ഞിരിക്കുന്നത്. أولم يسيروا في الأرض فينظروا كيف كان عاقبة الذين من قبلهم كانوا أشد منهم قوة وأثاروا الأرض وعمروها أكثر مما عمروها وجاءتهم رسلهم بالبينات فما كان الله ليظلمهم ولكن كانوا أنفسهم يظلمون. അവർ ഭൂമിയിലൂടെ സഞ്ചരിച്ചിട്ട് തങ്ങളുടെ മുമ്പുള്ളവരുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന് നോക്കുന്നില്ലേ? അവർ ഇവരെക്കാൾ കൂടുതൽ ശക്തിയുള്ളവരായിരുന്നു. അവർ ഭൂമി ഉഴുതുമറിക്കുകയും ഇവർ അധിവാസമുറപ്പിച്ചതിനേക്കാൾ കൂടുതൽ അതിൽ അധിവാസമുറപ്പിക്കുകയും ചെയ്തു. നമ്മുടെ ദൂതന്മാർ വ്യക്തമായ തെളിവുകളും കൊണ്ട് അവരുടെ അടുത്ത് ചെല്ലുകയുണ്ടായി. എന്നാൽ അല്ലാഹു അവരോട് അക്രമം ചെയ്യുകയുണ്ടായിട്ടില്ല. പക്ഷേ അവർ തങ്ങളോട് തന്നെ അക്രമം ചെയ്യുകയായിരുന്നു. മരണം. ഇതുവരെ വിവരിച്ച സംഭവങ്ങളുടെ അനുസ്മരണങ്ങളെക്കാൾ ഉപരി ഓരോരുത്തരും തങ്ങളുടെ സ്വന്തം മരണത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ അധിക ജനവും തങ്ങളുടെ മരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. തങ്ങൾ ഒന്നുമല്ലാതാകുന്ന ആ ദിവസം വന്നെത്തുമെന്ന് ചിന്തിക്കാതിരിക്കാനാണ്